ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ ചിക്കൻ കറിയാണ്. അതും ചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഒരു വെറൈറ്റി ടേസ്റ്റ് ആട്ടോ. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. 4 വലിയ സവാള അരിഞ്ഞത്, 2 തക്കാളി അരിഞ്ഞത്, 5-6 പച്ചമുളക് അരിഞ്ഞത്, ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, 4 തണ്ട് കറിവേപ്പില. ചൂടായ ചട്ടിയിലേക്ക് ഒരു 4 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത്. 1/2 സ്പൂൺ ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അര സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള കനം കുറഞ്ഞ് വേണം അരിഞ്ഞെടുക്കാൻ, എന്നാൽ ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടത്തുള്ളൂ. 1/2 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളക് കൂടെ ചേർക്കാം. എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ ചിക്കൻ മസാല. ഇവയെല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. പൊടികളുടെ പച്ച മണമൊക്കെ മാറി നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. കഷ്ണത്തിലൊക്കെ മസാലയൊക്കെ ഒന്ന് ആകുന്നിടം വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിനി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. സാധാരണ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും വേവുന്ന സമയത്ത്. ഇത് ചിക്കന് വെള്ളം കുറവായിരുന്നു. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ അതനുസരിച്ച് ഇട്ട് കൊടുക്കണം. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലൂടെ വിതറി കൊടുക്കാം. ഇങ്ങനെ കറിവേപ്പില ഇടുമ്പോൾ കറിക്ക് നല്ല പ്രത്യേക ഒരു സ്മെല്ലൂടെ കിട്ടും. അങ്ങനെ നമ്മുടെ നാടൻ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്